ഹായ്. അപ്പം ഞാൻ ഈ ആസ്വദിച്ച് കുടിക്കുന്നത് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ മുഖത്തുനിന്ന്. നല്ല അടിപൊളി ചുക്ക് കാപ്പിയാണ് കേട്ടോ. നല്ല ജലദോഷം, ചുമ, പനി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മറ്റേത് മരുന്നിനേക്കാളും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ. ഞാൻ ഇത് തന്നെയാണ് ചെയ്യാറ്. ഞാൻ പനി, ചുമ, ജലദോഷം ഒന്നും വന്നാൽ ഞാൻ ഡോക്ടറടുത്ത് പോകാറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല തലവേദനയും ചുമയും ജലദോഷമൊക്കെ ആയിട്ട് ഇന്ന് ഫുള്ള് കിടപ്പായിരുന്നു. അതെ, ഇപ്പോൾ എണീറ്റ് നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. ഈ ചുക്കാപ്പി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ കാരണം ഞാൻ പല ചുക്കാപ്പിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ പലരും ഉപയോഗിക്കാത്ത 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ശരിക്കും ഈ ഒരു സമയത്ത് ചേർക്കേണ്ട 2 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് പലരും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായും ചേർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ചെയ്യുന്നതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചതക്കുന്നൊരു കല്ലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചുക്ക് ഒരു 3 പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. പൊടിക്കുന്നതിനേക്കാളും എപ്പോഴും ചതച്ചിടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും ഇങ്ങനെ ചതച്ചിടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് കല്ല് താഴെ മാർബിളിന് പ്രശ്നം വരണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് കല്ലിൻ്റെ തന്നെയാണ് കേട്ടോ, നമ്മുടെ ഇടികല്ല് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ചതക്കുന്ന സമയത്ത് സ്ക്രാച്ച് വീഴണ്ടെന്ന് കരുതിയേ. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ ചതച്ച് കൊടുക്കാം. നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കരുത്, ചതച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചുക്ക് ചതച്ച് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ചുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വെള്ള പൊടിയിൽ കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ചുക്ക് കിട്ടുന്നത് കേട്ടോ. നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്, ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നല്ല വെള്ള ഒരു പൊടിയുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അരിപ്പൊടിയാണെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അങ്ങനെയാണ് അവർ ഉണക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ നമ്മുടെ ചുക്കൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാപ്പി ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. അതും നമ്മൾ കുരുമുളക് പൊടി എൻ്റെ അടുത്തുണ്ട്, പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റം, അതായത് ചുക്ക് കാപ്പിയിൽ നമ്മൾ പൊടിയല്ല ചേർക്കുന്നത്, ഇതുപോലെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ കുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിച്ചെല്ലാവിടെയും പോകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. മാത്രമല്ല ചെറുതായിട്ടൊന്ന്, ഇത് നല്ല കല്ലായതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാം നല്ല നുറുങ്ങിയൊരു 3-4 പീസൊക്കെ ആയി കിട്ടും കേട്ടോ. അത്രയും മതി, ഒരുപാട് അങ്ങ് പൊടിയാവരുത് കേട്ടോ. ഇതിൻ്റെ ഇഫക്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഈ കുരുമുളകും നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയുണ്ട്, പക്ഷേ പൊടി ചേർക്കുന്നതിനേക്കാളും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതാ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 4-5 ചെറിയ ഉള്ളിയാണ്. അതും ഇങ്ങനെ തന്നെ ചതച്ചിട്ട് കൊടുക്കുക. ചിലരൊക്കെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് പൊടിയാക്കിയിട്ട് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ എൻ്റെ അമ്മ പോലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, എളുപ്പപ്പണിക്ക്. മുമ്പൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇപ്പം കുറച്ച് മടിയൊക്കെ അല്ലെങ്കിൽ വയ്യാത്ത സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ, വീട്ടിലാരും ഇല്ലെങ്കിൽ തന്നെത്താനെ ഉണ്ടാക്കുമ്പം ആൾക്ക് മടിച്ചിട്ട് അമ്മ മിക്സിയിലിട്ടെല്ലാം കൂടി ഒന്ന് കറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട കേട്ടോ, നമുക്കിതുപോലെ ചതച്ചിട്ട് തന്നെ എടുത്താൽ മതി. ഞാൻ പറഞ്ഞതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ, നമ്മുടെ പനിക്കൂർക്ക. എല്ലാവർക്കും അറിയാം, നീർക്കെട്ട് മാറാനും പനിക്കും ചുമക്കും നമ്മുടെ കഫൊക്കെ ഇളകി പോവാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ പനിക്കൂർക്കേൻ്റെ ഇല. ഇതിൻ്റെ നീര് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെ കഫക്കെട്ട് മാറിയിട്ട് പനിയൊക്കെ വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ തുളസി ഇലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എനിക്കിവിടെ തുളസി ഇല കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല കറുത്ത തുളസിയാണ് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കറുത്ത തുളസിയാണ്. നമ്മൾ മരുന്നിന് എപ്പോഴും കറുത്ത തുളസിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയില്ലേ. അപ്പോൾ ഇത് നല്ല കറുത്ത തുളസി വീട്ടിൽ ഇഷ്ടക്കണക്കിനുണ്ട്. അപ്പോൾ ഞാനത് തണലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് ഇങ്ങനെ എല്ലാ പ്രാവശ്യവും പോയി വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ. 1 വർഷത്തേക്കുള്ളത് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഉണക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ തണലത്ത് വെച്ചായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ഉള്ളവർ ഫ്രഷ് തന്നെ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ അത് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് എന്താ പറയുക, ഒരുപാടങ്ങ് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ തണ്ടൊക്കെ മെയിനായിട്ട് ഇത് ഉണങ്ങിയതായതുകൊണ്ട് തന്നെ ആ തണ്ടൊക്കെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ ശരിക്കും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറുത്ത തുളസി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ചതച്ച് ചേർക്കാനുള്ളത്. അപ്പം ഇതൊക്കെ ഞാൻ ഡയറക്റ്റ് നമ്മുടെ ഇതുണ്ടാക്കുന്ന പാത്രത്തിനോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മറന്നു പോയി. ഞാൻ കല്ലൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് ഓർത്തേ.
വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഏലക്ക, ഒരു 7-8 ഏലക്ക അതും കൂടി ചതച്ചിട്ട് കൊടുക്കുന്നത്. ഏലക്ക എൻ്റെ അടുത്ത് പൊടി തന്നെയുണ്ട്, പക്ഷേ ഏലക്ക ഞാൻ പൊടി ചേർക്കാറില്ല. ഇത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. എല്ലാം ചതച്ചിട്ടത് ചേർക്കുന്നതാണ് ചുക്ക് കാപ്പിയിൽ എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ തോടോടുകൂടി ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടുതൽ ഇഫക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചതക്കാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കല്ലങ്ങോട്ടേക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഞാൻ പറഞ്ഞ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഞാൻ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതേ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാകത്തിനുള്ള ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് കരിപ്പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ കരിപ്പട്ടിയൊക്കെ കിട്ടാൻ കുറച്ച് പാടാട്ടോ. അപ്പോൾ ഇതേ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, എത്ര വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം 2 വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഏകദേശം തിളപ്പിച്ച് ഞാൻ 1 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വരെ ആവുന്നത് വരെ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും തിളപ്പിച്ച് കുറുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നന്നായി തിളച്ച് കഴിഞ്ഞാൽ മീഡിയത്തിനും താഴേക്കും ആയിട്ട് വെച്ച് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് കുറുക്കിയെടുക്കാതെ എപ്പോഴും മീഡിയത്തിന് താഴെ ഇട്ടിട്ട് പതിയെ വേണം കുറുക്കിയെടുക്കാൻ. അപ്പോഴേ നമ്മുടെ ഇതിനകത്തുള്ള ചേരുവകളൊക്കെ നന്നായി വെന്തിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് കുറുക്കി കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ അധികം അതിൻ്റെ സത്തൊന്നും ഇറങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായി ഇപ്പോൾ തിളച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി ഞാനിത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാനിത് കുറുക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ മഞ്ഞളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക നീര് വീഴ്ച അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നീർക്കെട്ട് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് നല്ലോണം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് കഫും ഇതൊക്കെ വരുന്നത്. കഫ് കുറക്കാനും അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്ക് എന്താ പറയേണ്ട സോർ ത്രോട്ടല്ലേ അത് മാറ്റിയെടുക്കാൻ ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഞ്ഞൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ സമയത്ത് ചുക്കാപ്പി ഇടരുത്. ചുക്കാപ്പിയിൽ ആരും ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുക്കാപ്പി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുറുകി വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഇപ്പം തന്നെ ചൂടോടുകൂടി, എല്ലാവർക്കും അറിയാമല്ലോ ചൂടോടുകൂടി മാക്സിമം കുടിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി തന്നെ കുടിക്കാമെന്ന്. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ട് എൻ്റെ ജലദോഷവും ചുമയൊക്കെ മാറ്റിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ ഇനി എല്ലാവരും ചുക്കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് പനിക്കൂർക്കയും മഞ്ഞളും ഒഴിവാക്കരുത് കേട്ടോ.